ഇറങ്ങട്ടെ, കാല് നൂരട്ടാ. കൊറേ മുട്ടിട്ടുണ്ട്. ഇറങ്ങട്ടോ. ഇറങ്ങി വാ ഇങ്ങോട്ടെ. അവിടെ നിക്കുവാ തുറന്നിട്ടിട്ട്. കോഴിക്ക് വയറ്റിളക്കം വന്നു. അയ്യേ ശൂശു കഴിച്ചു. ഓ ഇവരിറങ്ങിയ ഓരോരുത്തർ ഇറങ്ങിയാലേ ഇറങ്ങാൻ പറ്റൂ. സ്പേസ് കുറവാ ഇവരുടെ വാതിലിന്. നമ്മള് രാവിലെ കോഴി തുറന്നിട്ടിട്ട് ഇവിടെ ഇരിക്കും കേട്ടോ. നല്ല വെയിലുള്ള ദിവസമാണ്, നല്ല വെയിലുണ്ട്. അപ്പൊ ഞങ്ങള് ഇവൻ പറഞ്ഞു കോഴി തുറന്നു വിടാ. ഞാൻ പറഞ്ഞു കോഴിയെ തുറന്നു വിട്ടാ നീ നോക്കിക്കോണ്ടിരുന്നോണോന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങള് കോഴിയെ തുറന്നു വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇല്ലെങ്കിൽ നമ്മളിവിടെ കീരി പിടിക്കും. ഒത്തിരി കീരിയുണ്ട്. എടാ പൂവൻ കൊത്തുമേ, ഇങ്ങോട്ട് മാറിയിക്ക. കോഴികൾ ഇറങ്ങത്തില്ല എത്ര കൂട് തുറന്നാലും. കോഴികൾ അവിടെ ഇവിടെ നിൽക്കും. കാരണം ഇവര് ഫുൾ ടൈം കൂട്ടിലല്ലേ വളർന്നത്, അതുകൊണ്ടാ നിങ്ങളിങ്ങനെ ഇറങ്ങാത്തത്. നല്ല വെയിലുണ്ട്. രാവിലത്തെ വെയിലൊക്കെ കൊള്ളോതാ പറയുന്നത്. അപ്പൊ രാവിലെ ഞാൻ ഇവിടെ നിന്ന് വെയിലൊക്കെ കൊള്ളുക കേട്ടോ. അതാണ് ഒരു അതെങ്ങനെ വന്നെയാന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്നും ഞാൻ ഞെക്കിയത് പിന്നെ തെണുത്ത് വന്നതാന്ന് തോന്നുന്നു. ഇറങ്ങത്തില്ല എത്ര നമ്മൾ വിളിച്ചാലും. എടാ ഇങ്ങോട്ട് ഇറങ്ങ. വെയിലുണ്ട് കേട്ടോ. വിളക്ക് എടുത്തില്ല, ചാച്ചൻ വന്നിട്ട് കിടത്താന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ ആണെങ്കിൽ ഞങ്ങൾ ഇടിയപ്പം കഴിച്ചു, ഒരച്ചപ്പം കൂടി പൊട്ടിച്ചെടുത്തു കേട്ടോ. എനിക്കാണെ മൂക്കൊലിപ്പുണ്ട്. പനിയുടെ ഒരു ചെറിയ തുടക്കത്തിലൊരു ചെറിയ അസ്വസ്ഥതയുള്ളൂ. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് ആവി പിടിക്കാം. എല്ലാത്തിനും ഇപ്പം മരുന്ന് കഴിക്കാനും പറ്റത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുക. കുറച്ച് ഉപ്പ് വെള്ളം കൊള്ളാമെന്നൊക്കെ വിചാരിച്ച്. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ, കണ്ണിലോട്ടടിച്ച് കയറുന്ന വെയിൽ. രാവിലെ അതൊക്കെ കഴിച്ചില്ലേ, അപ്പോഴത്തേക്കും ചാച്ചൻ ഏത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഏത്തപ്പഴം കഴിക്കാമേ. നാടൻ ഏത്തപ്പഴമാണ്. നാടനല്ലേ ചാച്ചാ? ഇത് നല്ല ഇടിയപ്പം കഴുകി ഇതിന്റെ മുഖമൊക്കെ കുളമാക്കി. ഞാൻ ചോദിച്ചു പൊട്ടിട്ടായിരുന്നു. അപ്പൊ ഇവ എന്നോട് പറഞ്ഞു പിരിയം കൂടെ എഴുതി തരാം. ഇവ ഞാൻ പറഞ്ഞു, അപ്പഴാ ഞാൻ പിരിയം എഴുതി കൊടുത്ത്. അറിയത്തില്ലടാ. ഞങ്ങള് ഏത്തപ്പഴം കഴിക്കുക. പക്ഷെ പഴുത്തയാ. അല്ലെ ആ തിട്ടയിലോട്ട് പോയി, സിമെന്റ് തിട്ടയിലോ. ചിക്കു ഇന്നാ ചിക്കു പൂസിയെ നോക്കി വന്നു കേട്ടോ. പൂസിയില്ലല്ലോ ഇപ്പം. എല്ലാവർക്കും അതുകൊണ്ട് നിരാശയാണ്. ചിക്കുവിന് നമ്മുടെ ഇടിയപ്പം കൊടുത്തതാ. പൂസി ഉണ്ടായിരുന്നേ ഇയാൾ കുറേ നേരം ഇവിടെ നിന്ന് കളിക്കി എടുക്കുകയൊക്കെ ചെയ്തേനെ. പക്ഷെ എങ്കിലും പൂസി ഇല്ലെങ്കിലും ഇന്നലെയും രാവിലെ വന്നു, ഇന്നും രാവിലെയും വന്നു. ഇനി വൈകിട്ടും വരും. പഴം തിന്നോടാ അത്. അവൻ പഴം പൊടിച്ചു കൊടുക്കണം. ഇതൊക്കെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. മണിസാറുണ്ട് അടുത്ത. പൂസി ഇല്ലാത്തതുകൊണ്ടൊരു രസമില്ല. ഇപ്പോൾ പൂസി ഉണ്ടായിരുന്നേ പൂസി ഓടി വന്നേനെ. ഇല്ലെങ്കിൽ പൂസി മറ്റേനും കൂടെ അടിയിട്ടുകൊണ്ടൊക്കെ ഇരുന്നേനെ. രാവിലെ കുറച്ച് ഇനി പെരയ്ക്കാൻ പോകുമ്പോൾ തൂക്കണം, തോരൻ വെക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഇരിക്കുക മടി പിടിച്ച്. ഫോൺ പൊരിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ സിന്ധാൻ്റെ അവിടെ വരെ നടന്നു പോകാൻ പോവാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ചാച്ച മുളക് പൊടി പറിക്കുന്ന കാണാം. മുളക് പൊടിയല്ല, കുരുമുളക് പറിക്കുന്ന കാണാം. ഞങ്ങൾ നടന്നു പോവാം. മേടി വരെ ചുമ്മാ പോവാന്ന് വെച്ചു. അപ്പം ഞാൻ വെച്ചാൽ സിന്ധാൻ്റെ അങ്ങോട്ട് വാങ്ങുന്നില്ല. എൻ്റെ ദൈവമേ,
കൈ ഇടിച്ചോടാ അവിടെയല്ലോ. ഇടിച്ച് കുഴപ്പമില്ല. നടന്ന് റോഡ് ഇത് കൊണ്ടുപോക്കോ. വാ. ഏത് കൊണ്ടുപോകാനാ? നമ്മള് പാലും കാച്ചാന്ന് വെച്ചു. നൂഡിൽസ് അവനാട്ടോ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പഴങ്ങൾ മേടിക്കാൻ പോവാ. ാ ആ മേളത്തെ മാത്രോ? നമ്മക്കേ എന്തോരം കുരുമുളക് കിട്ടിക്കൊണ്ടിരുന്നയാ. നമ്മള് മരമെല്ലാം മുറിച്ചില്ലയോ. അതാ ഇഷ്ടം പോലെ കുരുമുളക് നമുക്ക് വാങ്ങിക്കണ്ട. നമ്മൾ അങ്ങനെ കുരുമുളക് വാങ്ങിച്ചിട്ടേ ഇല്ല പുറത്ത്. കാരണം നമുക്ക് കാണും. പൊഴിക്കാനൊക്കെ അറിയോ? ചവിട്ടി പൊഴിക്കുവോ കൈ കൊണ്ടോ? ഇപ്പം ഭയങ്കര കൊതിയന. അത് ചൂടോടെ എടുത്തോണ്ട് പോയി തിന്നു നോക്കാൻ പോവും അവൻ. അതിൽ ഒരു പറ വെള്ളം കോരി ഒഴിച്ചാ നൂഡിൽസിൽ. അത് എത്ര നേരം കൊണ്ടിരിക്കുമെന്ന് അറിയാമോ? ഞാൻ പാവയ്ക്കത്തോരം വെക്കാൻ പാവയ്ക്ക സൈഡിൽ വെച്ച് ആ തുണി നമ്മുടെ വെള്ളം ഉപ്പുന്ന തുണി കൊണ്ടൊന്നും തോന്നില്ലേ. പിന്നെ പാല് ഞാൻ തണുപ്പിക്കാൻ വെച്ചു. ഞാൻ എടുത്തുതരാം. കൈ അങ്ങനെ പോയിട്ട് എടുക്കട്ടെ. വെള്ളം ഉണ്ട്. വെള്ളം വേണോ? ആ ഇട്ടേരാ, കുഴപ്പമില്ല. ഇത് മൊത്തം കഴിച്ചോണം. ഇല്ലെങ്കിലാ ഞാൻ ഫുള്ളും കഴുകി. കഴിച്ചില്ല പിന്നെ നോക്കി. ഞാൻ ഉണ്ടാക്കി യുപ്പിയ. ചേച്ചി അവിടെ തോര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എടാ ചെറുക്ക, ഇത് മൊത്തം വെള്ളമാ. നീ കഴിക്കുവോ? പിന്നെ ഞാൻ കഴുകി. ഈ നൂഡിൽസ് നിർത്തട്ടെ. നീ എന്നാ കയറുന്നേ? അവിടെ ചക്കയുണ്ടോ? എടാ എന്നാ അപ്പൂന്ന് ഇന്നോ കൊണ്ടുപോയാ പോരാ ചക്കയുടെ. അല്ലേ ആ ഒറ്റ ബസ്സിന് കയറ്റി വിടാ. ബുക്കിനുണ്ട് വിടാ. ഒരു ബസ്സുണ്ട്. അന്ന് നമ്മുടെ അവിടെ ചെന്ന് നിൽക്കൂ. ലാജുവമ്മയുടെ കടയുടെ മുന്നിൽ. എന്നിട്ട് അപ്പൊ വരുമ്പോഴത്തേക്ക് ആ ചക്ക കയറി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വെക്കേഷന് വരും 1 മാസം. അതോ ചുമ്മാ കളിപ്പിക്കുവോ? അത് ഇത്രയുള്ള പൊട്ടാണി. അവന് വേസ്റ്റ് സാധനങ്ങളൊക്കെ മതി. ഇല്ലടാ അവിടെ എന്തിനാടാ നിന്റെ കുന്തം? ചൊവ്വനിരി അണ്ട മുളക് കാലിന്റെ കീഴി കിടക്കണം. ഇങ്ങോട്ട് നീക്കിട. എരിയട്ടെ നിന്റെ കുണ്ടിയല്ല. ഇത് തൊട്ടിട്ട് കൈ കഴുകണം. ഇതാണെങ്കിൽ ഒരു കൊളാബ് കിട്ടിയ ഡ്രസ്സാട്ടോ. കുറേ ദിവസം കൊണ്ട് അവരിങ്ങനെ ഫോട്ടോ ചോദിക്കുന്നു. ഞാനാണെങ്കിൽ സുഖമില്ലാത്ത കുറച്ച് എടുക്കാനൊന്നും വയ്യാത്തോണ്ട് എടുക്കാതിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ച് ഉടുപ്പിട്ടിട്ട് അങ്ങ് ഫോട്ടോ എടുക്കാമെന്ന്. എൻ്റെ ഫോട്ടോഗ്രാഫറാണ് പുറകെ നിൽക്കുന്നത്. ഇനി ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. വലുതായിട്ടൊന്നും ഒരുങ്ങില്ല. ഇവിടെ ലിപ്സ്റ്റിക്ക് ഇട്ട് മുടിയൊന്ന് വരി കെട്ടിയെന്നേ ഉള്ളൂ. അല്ലാതെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഇനി ഇത് മാറി നമ്മുടെ ലോക്കൽ കോലത്തിൽ വന്നാലേ എനിക്കൊരു സമാധാനം വരും. അല്ലാതെ ഇതൊന്നും ഇട്ടാൽ എനിക്കൊരു സമാധാനം സന്തോഷം വരത്തില്ല. നല്ല ഡ്രസ്സാട്ടോ. ടോപ്പും പാൻറ്റുവാ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഇതിന് ഇത് ഞാൻ ഇന്നെങ്കിലും എടുത്തില്ലെങ്കിൽ ഓൾറെഡി വയറിൻ്റെ അവിടെ ടൈറ്റാ. അപ്പം ഷേപ്പ് ഒന്നും ചെയ്തില്ല. സാധാരണ എനിക്ക് എക്സ്ട്രാ സ്മോൾ എടുത്താലേ കറക്റ്റ് ആവത്തുള്ളൂ. ഇതൊന്നും ചെയ്തില്ല. കഴുത്തിൻ്റെ അവിടെ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് കഴുത്തൊന്ന് അടിച്ചു. പിന്നെ ഇതിൻ്റെ പോക്കറ്റൊക്കെ ആണെങ്കിൽ ഞാൻ കാണിക്കാം. ആ സൈഡിൽ നോക്കി ഇങ്ങനെ തുറന്നിരിക്കുക വയറുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇന്ന് തന്നെ എടുത്തിട്ടങ്ങ് ഇടാമെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇനിയൊന്നും ഇരിക്കണം. എന്തെങ്കിലും കഴിക്കാൻ പാവയ്ക്കാത്തോരെ മാത്രമേ വെച്ചുള്ളൂ. എലും കൂടി വെക്കണം. എന്നിട്ട് കാലിപ്പോൾ ഒത്തിരി നേരം എനിക്കങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. നീര് വരുക. തല തേച്ച് കഴുകണം. ഇന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു തല തേച്ച് കഴുകണമെന്ന്. അപ്പം നമ്മളാണെങ്കിലേ മീൻ കഴുകുക.
ഉണക്കമീൻ കഴുകുക. ഇന്നാണെങ്കിൽ നമ്മൾക്ക് ഉണക്കമീനാട്ടോ. മീൻ കിട്ടിയില്ല. മീനുണ്ട്, മണിയന്റെ കുഞ്ഞു മീൻ. അപ്പൊ ഞാൻ ചമ്മന്തി അരച്ചു. ഇവൻ ചമ്മന്തി കഴിക്കത്തില്ല. അപ്പൊ ഇവനിനി മോരോ തൈരോ എന്തേലും ഇതാക്കണം. പിന്നെ പാവയ്ക്കത്തോരം കഴിക്കോടാ? നമ്മൾ പാവയ്ക്ക കഴിക്കത്തില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞ പട്ടിണി കിടക്കണം. ഓൾറെഡി മൈ ടമ്മി ഈസ് ഫുൾ. എന്നിട്ട് ബാക്കി പറ. നത്തിങ്. എന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഉണക്കമീൻ കഴുകി ഞാൻ ചമ്മന്തി അരച്ചായിരുന്നു കേട്ടോ. എനിക്ക് ചമ്മന്തി ഉണക്കമീനും പാവയ്ക്കയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവൻ ഇനി തൈരും ആക്കി വേറെ എന്തെങ്കിലും കൂടെ. തൈരല്ല, ഡൂഡ് മോർ. ഡൂഡ് മോരോ? ഒന്ന് നോക്കിയേ. ഈ കോഴിക്ക് ഭ്രാന്താണ് ഗൈസ്. ഈ കോഴി എപ്പോഴും കോഴിക്കോണ്ടിരിക്കും. ആണ്ട കാവ്യ ചേച്ചി ഇവിടെ നിന്ന് വലിയ പാചകമാ. വലിയ ഇല്ലേ, ഹൈക്കോടതിയിലൊക്കെ ജഡ്ജി പറയുന്നതിന്റെ കൂട്ട് ഓർഡർ. ഇപ്പൊ വെയിറ്ററിന്റെ കൂട്ടുണ്ട്. എല്ലാം കഴുകുക, വിളമ്പുക, വെക്കുക, കഴുകുക, വിളമ്പുക, വെക്കുക. പൊളിയാ. നിങ്ങൾ ഇവിടെ വല്ലോ വന്ന് നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവരും എന്നും ഉണ്ടാക്കി തരും ചേച്ചി. അതാ കാണുന്ന എല്ലാരും ഇവിടെ വന്ന് നിൽക്കണം. അതെ അതെ. ഇനി നമുക്ക് അങ്ങോട്ട് എണീക്കാം. മണിയായേ. ഞാൻ വൈകിട്ട് ചോറ് കഴിക്കുക. ചോറും ചമ്മന്തി ഉണക്കമീനും പാവയ്ക്ക തോരനും മോരുണ്ടായിരുന്നു. മോരെടുത്തില്ല. ഇവൻ നൂഡിൽസ് കഴിക്കുക. രാവിലെ നൂഡിൽസ് കഴിച്ചു. ചൂടാന്നോടാ? ചൂട് സാധനം എടുത്ത് വായിട്ടിട്ട് അറിയാം എണ്ണാക്ക് കൊള്ളിന്ന്. എനിക്ക് വൈകിട്ട് ചോറ് കഴിക്കുന്ന കേട്ടോ ഇഷ്ടം. അതുമല്ല എനിക്ക് പാവയ്ക്കത്തോരം ഭയങ്കര ഇഷ്ടമാണ് പണ്ടോട്ടെ. എന്നിട്ട് പാവയ്ക്കത്തോരം ഉള്ളതുകൊണ്ട് എനിക്ക് ചോറാണ് ഇഷ്ടം. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് നല്ല ചൂട്, ഭയങ്കര ചൂടാണ് ഇന്ന്. നാളെ ഇവൻ പോവുക. നാളെ രാവിലെ ചെല്ലണമെന്നാണ് മാമി പറഞ്ഞേക്കുന്നത്. അപ്പം നാളെ രാവിലെ പോകും. ഉച്ചകഴിഞ്ഞ് പോകാന്നൊക്കെ പറഞ്ഞിരിക്കുക. ഇവന് ട്യൂഷന് പോകണം. 2 ദിവസം കൊണ്ട് ട്യൂഷന് പോകുന്നില്ല. ഇന്ന് രാവിലെ ചെല്ലണമെന്നാ പറഞ്ഞത്. പിന്നെ ഇന്നലെ വിളിച്ചു പറഞ്ഞ് ഒരു ദിവസം കൂടെ നീട്ടിയതാ. ഞങ്ങളല്ല, നീ. ഇവനാണെങ്കിൽ സമാധാനം തരത്തില്ല. കണ്ടെത്തി പോവാന്ന് പറഞ്ഞു. കാരണം അവിടെ കണ്ടെത്തി പോയതിനാൽ എപ്പോഴും ഇവിടെ കണ്ടെത്തി പോയില്ലെങ്കിൽ സമാധാനം വരില്ല. എടാ മേളിന്ന് ഇറങ്ങടാ പോയി. ഇവിടുന്ന് നീ അങ്ങോട്ട് ഇടുന്ന മീനെല്ലാം മേളിലോട്ട് കയറി പോത്തില്ലയോ? ആ വരമ്പേ കയറ്, എന്നിട്ട് നടക്ക്, എന്നിട്ട് അവിടെ ഇറങ്ങ. മീനൊന്നും വരുന്നില്ല ഗൈസ്. പിന്നെ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല. അവിടെ നിന്ന് ഉണ്ട്, ഇവന് പിടിക്കാൻ അറിയത്തില്ല. അതാ മെയിൻ കാര്യം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എനിക്ക് പിടിക്കാൻ അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനെ പിടിക്കണം. ഇവന് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കയറി പോകുന്നു. ഇല്ല, ഒന്നുകൂടെ ഇനി പോകുന്നില്ല. വെള്ളം എടുക്കണ്ടായി ഞങ്ങൾ വന്നേ. പാക്കൊക്കെ തിരിച്ചിട്ടിരിക്കുക. എന്താ നോക്കിയേ? നല്ല രസമുണ്ട്. അമ്മ നോക്കിയേ. എന്ത് മണിയുടെ ഇവൻ നന്നാക്ക് നോക്കുവമ്മേ. അത് കേട്ടാ ഈ മണിയും പേടിക്കുന്നേ. അമ്മ വായനയൊക്കെ കഴിഞ്ഞ് വന്ന് മിറ്റം തൂക്കുക കേട്ടോ. വാടകക്കാര് പോയില്ല, അപ്പോൾ ഇനി ഇവിടെയും തൂക്കണം. പൊട്ടച്ചാർ ഇതിലേ കയറാൻ.
ഇപ്പൊ കറക്റ്റ് ഞാൻ അതിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ പോയത് കത്തിക്കടാ. ഗായ്സ് ഇപ്പൊ അതിന്റെ അകത്ത് ഈ വീടിന്റെ അകത്ത് ഞാൻ ഇതും പിടിച്ച് ഇറങ്ങി വന്ന കറക്റ്റ് പ്രേതം. ഇത് കരിയിലമ്മ വന്ന് തൂത്ത് കൂട്ടി അത് കത്തിക്കാൻ പോവുക കേട്ടോ. ഇയാള് രാവിലെ തൊട്ടേ കരിയില കത്തിക്കണം കത്തിക്കണം എന്ന് പറഞ്ഞ് നടക്കുക. ഇനി അത് കേട്ടാ എനിക്ക് പോകാൻ വയ്യ. അങ്ങനെ വൈകിട്ടായപ്പോൾ ചേട്ടായി വന്നായിരുന്നു. ചേട്ടായി വന്നപ്പം നമ്മുടെ ഈ പത്തനാപുരത്തോട്ട് പോകുന്ന ഭാഗത്ത് പുതിയൊരു കട തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ കഴിക്കാൻ വന്നു. ഞാൻ ഷവർമ കഴിച്ചു, അവർ മൊമോസ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ചേട്ടായി മറ്റേ ആത്തച്ചക്കയല്ല, സീതപ്പഴമില്ലേ അന്ന് ഫ്ലോപ്പായി പോയേ, ആ സാധനം നല്ല പഴുത്ത വാങ്ങിച്ചിട്ട് വന്നു. ഭയങ്കര മധുരമാണ്, നല്ല രുചി കേട്ടോ. മധുരം എന്ന് വെച്ചാൽ ഭയങ്കര മധുരം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മുഖത്തിനാണെങ്കിലേ ആ പനിയുടെയൊക്കെ ഒരു ക്ഷീണമോ. നമുക്ക് ചിക്കൻ കറി വെക്കാൻ പോവാം.